ഹായ് ഹലോ, ഞാൻ സീനേനെ. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമുക്ക് വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസം ഒന്ന് എവിടെയെങ്കിലും പോവുക, തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് എൻജോയ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു പരിപാടികൾ ഞങ്ങൾ ഈ അടുത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഞാനും ഫ്രണ്ടും കൂടി റെഡിയായി നേരെ ബസ്സൊക്കെ പിടിച്ചിട്ട് പോകണുണ്ടോ. ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി കൂടുതലായിട്ടും പോയിരിക്കണ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്ത് സുഭാഷ് പാർക്കിലാണ് കേട്ടോ. അവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബുക്സൊക്കെ വായിച്ച് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ടൈം അങ്ങനെ ഇരിക്കണമായിരുന്നു. ആ ഒരു ബാഗ് വന്നിട്ട് മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ റേറ്റിന് കോംബോ ഓഫറായിട്ട് കിട്ടിയതാണ്. ഇതേപോലെ തന്നെ സെയിം ഒരു ക്രീം കളറിലൊരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. അത് രണ്ടും കൂടിയായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല ബാഗാണ്, അത്യാവശ്യം നമ്മുടെ ഫോണ് കാര്യങ്ങളെല്ലാം കൊള്ളുന്നൊരു കുഞ്ഞു ബാഗ്, കുഞ്ഞു ഷോൾഡർ ബാഗ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഞങ്ങളിരിക്കണ പോലെ തന്നെ കുറച്ചധികം ഫ്രണ്ട്സ് ഇങ്ങനെ വന്നിട്ട് 3 പേര് അങ്ങനെ ഗ്യാങ് അടിച്ച് പലയിടത്ത് ഇരിക്കണുണ്ടായിരുന്നു. പിന്നെന്താ ഞങ്ങൾ പിക്നിക്ക് വരുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ കമൻറ്റൊക്കെ അടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബുക്കാണ് ഇന്ന് വായിക്കാൻ വേണ്ടി എടുത്തത്. ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. പിന്നെ റീസെൻ്റ്ലി 2 ബുക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്യാൻ ഞാൻ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് അത്യാവശ്യം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു വെച്ചാൽ കുറച്ച് പ്ലാനർ ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടാണ് പിന്നെ ഞാനത് ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ടിക്ക് ചെയ്ത് അങ്ങനെ ചെയ്തു. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. തലേ ദിവസം രാത്രിയിൽ ഇതേപോലെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നാളെ എന്തൊക്കെ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണേണ്. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാൻ വേണ്ടി, എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണ ഒരു പരിപാടി എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനപ്പോഴത്തേക്ക് ഞാൻ ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജേണൽ ചെയ്യണ ഈ ഒരു ഡയറിയിലാണ്. അപ്പോൾ ഞാൻ ബേസ് കൊടുത്തിടാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അതിനകത്ത് കൊടുക്കാനുള്ള സപ്ലൈസ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ബേസ് കൊടുക്കാം, ബാലൻസ് നമുക്ക് പിന്നെ കിട്ടുമ്പോൾ ചെയ്യാം അങ്ങനെ വിചാരിച്ചു. അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു ദിവസത്തെ ജേണലല്ല ചെയ്യണത്. നമ്മളിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്യണ സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്തോട്ട് ഒട്ടിച്ചൊട്ടിച്ച് അങ്ങനെയാണ് ഞാൻ ജേണൽ ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ജേണൽ ചെയ്യണ ആ ഒരു ഡയറിയും ഗ്ലൂ സ്റ്റിക്ക് 2 പേന ഇതൊക്കെ എൻ്റെ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടായിരുന്നതിൽ ലിപ്സ്റ്റിക്കിൻ്റെ പ്രിൻറ്റ് ചെയ്തു. ബേസായിട്ട് അത് കൊടുത്തു കേട്ടോ. അതങ്ങോട്ട് ഒട്ടിച്ച് വെച്ചു. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ഗിങ്കം പ്രിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് റാൻഡമായിട്ട് കുറച്ച് വരച്ചിട്ട് ബാലൻസ് എന്തെങ്കിലും ഒട്ടിക്കാനൊക്കെ ഉള്ളത് ക്യൂട്ടായിട്ട് കിട്ടുമ്പോൾ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റു. കുറച്ചുകൂടി ഈ പുഴയുടെയൊക്കെ അരികത്തോട്ട് നീങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ചുകൂടി കാറ്റ് കൊണ്ട് പിന്നെ ഫ്രണ്ടിന് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണമായിരുന്നു. അതായത് സൺസെറ്റും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മുടെ ബാഡ് ലക്ക് എന്ന് പറയാമല്ലോ. അപ്പോൾ ആ സമയത്ത് മഴയുടെ ഒരു കോളായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് സണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അസ്തമയം വരെയൊക്കെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ട് നേരെ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ് ഇവിടെ ഇങ്ങനെ ലോക്കൊക്കെ ചെയ്ത് വെച്ചേക്കണത്. ഒരു ഫോറിൻ ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്നാക്കൊക്കെ കഴിച്ചു നേരെ ബസ് പിടിച്ച് വീട്ടിലോട്ട് വന്നോട്ടെ. അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാനർ ശരിയാക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് നാളത്തേക്ക് ചെയ്യേണ്ടത്. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള കാര്യങ്ങളെ തന്നെ എഴുതിയിട്ടുള്ളൂ, കൂടുതലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് വീഡിയോസിൻ്റെ കാര്യങ്ങളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കായിട്ട് അതാ ചെയ്തേക്കണം. മെയിനായിട്ട് ഞാൻ മറന്നോണ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചു. അപ്പോൾ ഓർത്തോർത്ത് എന്തായാലും ചെയ്യും. പ്ലാനർ ഇങ്ങനെ ചെയ്തേക്കണ കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നു കേട്ടോ.